നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 501st day. Today 6th chapter 101st sloka. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 501 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 101ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 101ാമത്തെ ശ്ലോകം. കൃഷ്ണപ്രിയം സകലകശ്മലനാശനം ച മുക്തിഗഹേതുമിവ ഭക്തിവിലാസകാരി സന്തകഥാനകമിദം പിബധാധരേണ ലോകേ ഹിതാർത്ഥപരിശീലന സേവയാ കിം. ഓം തത്സത്. കൃഷ്ണപ്രിയം സകലകശ്മലനാശനം ച മുക്തിഗഹേതുമിവ ഭക്തിവിലാസഹാരി സന്ധകഥാനകമിദം പിബധാധരേണ ലോകേ ഹിതാർത്ഥപരിശീലന സേവയാ കിം. ഓം തത്സത്. ശൗനകാദികളോട് സൂതൻ പറയുന്ന ഭാഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സൂത ശൗനക സംവാദമായിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം മുഴുവനും. ഭാഗവതം ആരംഭിക്കുന്നതിന് മുൻപേ പത്മപുരാണത്തിലുള്ള ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പാരായണം ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം പറയുകയാണ്. ശൗനകാദികൾ ആദ്യം മഹാത്മ്യം പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നീട് ശ്രീമദ് മഹാഭാഗവതം പറയുന്നത്. അപ്പോൾ ശൗനകാദികൾ പറയുകയാണ്, അല്ലയോ സജ്ജനങ്ങളെ, ഇവർ കലികാലദോഷം അകറ്റുവാനായിട്ട് നൈമിശാരണ്യത്തിൽ സത്രം നടത്തുന്നവരെയാണ് നമ്മളിപ്പോൾ കണ്ടത്, ശൗനകാദികൾ. അവരോട് പറയുകയാണ്, അല്ലയോ സജ്ജനങ്ങളെ, ഈ ഭാഗവത കഥാമൃതത്തെ ആദരവപൂർവം ആസ്വദിക്കുവിൻ. സകല കശ്മല നാശനം, എല്ലാവിധ ദുഃഖത്തെയും നശിപ്പിക്കുന്ന, പാപങ്ങളെയും ഇത് നശിപ്പിക്കും. മുക്തിക ഹേതു, മുക്തി നൽകുവാനും ഇത് കാരണമാണ്. ഭക്തിവിലാസകൻ, നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുകയും ശ്രീകൃഷ്ണനിൽ നമുക്ക് വളരെയേറെ ഭക്തി ഉണ്ടാക്കുകയും ചെയ്യും. നല്ലോണം ഇത് കുടിച്ചുകൊള്ളുക. ആദരവോട് കൂടിയിട്ട് ഈ ഭാഗവത കഥാമൃതത്തെ ആദരവോട് കൂടിയിട്ട് ആസ്വദിക്കുക, പാനം ചെയ്യുക. സന്തകഥാനകമിദം പിബധാധരേണ ലോകേ ഹിതാർത്ഥ പരിശീലന സേവയ. ഈ ലോകഹിതത്തിനായിട്ട് ചെയ്യുന്ന, അതായത് ലൗകിക ദുഃഖങ്ങൾ, ധനവും മറ്റും സമ്പാദിക്കുകയും മറ്റു വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുകയും മറ്റുള്ളതുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ഈ ഭാഗവത നിസ്സാരങ്ങളായുള്ള അർത്ഥാദികളിലുള്ള ആസക്തിയെ വിടിഞ്ഞിട്ട് ഈ ശ്രീമദ് മഹാഭാഗവത ഭഗവാന്റെ ഈ ഭക്തി കഥാമൃതത്തെ ആസ്വദിക്കുവിൻ. ആദ്യമേ നാം കണ്ടു, ഭാഗവതം ആരംഭിക്കുന്നതിന് മുൻപ് ദേവാദികൾ വന്നിട്ട് ഈ അമൃതം തരാം, ഞങ്ങൾക്ക് ഭാഗവതം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അമൃതം വേണ്ട, അമൃതം കഴിച്ചാൽ ജരാനര ബാധിക്കാതെ അമരത്വം ലഭിക്കും മാത്രമാണ്. എന്നാൽ ഈ ഭാഗവത കഥാമൃതം കേട്ടാൽ, ഭാഗവത കഥാമൃതം ആസ്വദിച്ചാൽ നമുക്ക് മുക്തിയാണ് ലഭിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ അമൃതത്തെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഈ ശ്രീമദ് മഹാഭാഗവതം മാത്രം മതി എന്ന് പറയുന്ന നമ്മൾ കണ്ടു. അത്രയ്ക്കും മഹത്തരമാണ് ശ്രീമദ് മഹാഭാഗവതം. അങ്ങനെയുള്ള ഭാഗവതം നിങ്ങൾ ആസ്വദിക്കുവിൻ. അതിൽ കിട്ടുന്ന ഭക്തിയെയും എല്ലാവിധ കഷ്ടങ്ങളെയും നശിപ്പിക്കുന്ന ഈ ശ്രീമദ് മഹാഭാഗവതം കേട്ടുകൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക. അതുതന്നെയാണ് മുക്തിക്കും ഭക്തിക്കും സർവ്വതിനും കാരണം. കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ പ്രിയമായിട്ടുള്ള ആ ഭാഗവതം, കൃഷ്ണൻ്റെ തന്നെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ ശ്രീമദ് ഭാഗവതം
ആസ്വദിക്കുവിൻ എന്ന് വീണ്ടും വീണ്ടും ശൗനകാദികളോട് ശ്രീ സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കൃഷ്ണപ്രിയം സകലകശ്മലനാശനം ച മുക്തിഗഹേതുമിവ ഭക്തിവിലാസകാരി സന്ധക്കഥാനകമിതം പിബതാധരേണ ലോകേ ഹിതാർത്ഥപരിശീലന സേവയാ കിം. കിം എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം എന്നുള്ള ചോദ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.